ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഐസിയുവിന്റെ ഫ്രണ്ടില് മഹേഷും അതുപോലെ തന്നെ സ്വപ്നവലിയും അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ സ്വപ്നയുടെ അടുത്ത് മഹേഷ് പറയുന്നുണ്ട്, അമ്മേ, അമ്മക്ക് വല്ല കോഫി എന്തിനു വേണോ കുടിക്കാനായിട്ട്? എനിക്കൊന്നും വേണ്ട, ആദ്യം അകത്തിരിക്കണവളുടെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയട്ടെ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അമ്മേ, അമ്മക്കറിയാലോ, മഞ്ജുമ ആവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യമാണ് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണരാനായിട്ട് അധികം സമയമെടുക്കും എന്നൊക്കെ പറയാണ്. എന്തായാലും വേണ്ടില്ല, എൻ്റെ മോളൊന്ന് കണ്ണു തുറക്കാതെ എനിക്കൊരു പച്ച വെള്ളം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. മഹേഷ് ആ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, ആ മഹേഷ് ചന്ദ്രനല്ലേ? അതേ, മഹേഷ് ചന്ദ്രനാണ്. ആരാ? ഞാൻ നിങ്ങളുടെ മകൻ ആദ്യം പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളാ സംസാരിക്കണം. ആ പറ സർ. അല്ല, നിങ്ങൾ മകനെ ഒരു ഗുണ്ടയായിട്ടാണോ വളർത്തിയിരിക്കുന്നത്? എന്താ സർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവനെ പക്ക റൗഡിനെ പോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിലെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാലോ ഈ സ്കൂളിൽ എങ്ങനെയാണ് ഞാൻ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സിറ്റിയിൽ തന്നെ നമ്പർ 1 സ്കൂളാണിത്. അങ്ങനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇവിടുത്തെ പിള്ളേർ നന്നിട്ട് അച്ചടക്കവും അതുപോലെ തന്നെ അതിൽ ആ ഒരു സ്റ്റാൻഡേർഡും വിട്ട് കളിക്കാറില്ല. പക്ഷെ നിങ്ങളുടെ മകൻ അങ്ങനെയല്ല, പക്ക ലോക്കൽ ഗുണ്ടകളെ പോലെയാണ് സ്കൂളിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്താ സാർ ഇപ്പൊ സംഭവിച്ചത്? നിങ്ങളുടെ മകൻ സ്കൂളിൽ അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന അതേ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മൂക്ക് പിടിച്ച് ഇടിച്ചു. അവന്റെ മൂക്കിൽ വല്ലാത്തൊരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ഇന്നലെ. അവന്റെ പാരന്റ്സ് വല്ലാതെ ഇടഞ്ഞിരിക്കുകയാണ്. അവന്റെ അച്ഛനാണെങ്കിൽ SA ആണ് എന്ന് പറയണം. അതുകൊണ്ട് തന്നെ അവന്റെ പാരന്റ്സ് എന്തൊക്കെ വന്നാലും നിങ്ങളുടെ മോനിനെ ഇവിടെ പഠിക്കാൻ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞേക്കണത്. അവര് മാത്രമല്ല, അവരുടെ കൂടെ വേറെ കുറെ പാരന്റ്സും കൂടി കൂടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മോൻ ഇനിയിപ്പോ ഇവിടെ അല്ല പഠിക്കാൻ പോണത്, വല്ല ജുവനൈൽ ഹോമിലായിരിക്കും. എന്തായാലും നാളെ 11 മണിക്ക് നിങ്ങളും നിങ്ങളുടെ വൈഫും കൂടി ഇവിടെ വന്നിരിക്കണം. അല്ലാന്നാണെന്നുണ്ടെങ്കിൽ TC മേടിച്ച് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ ഫോം വെക്കാണ്. അത് കേൾക്കുന്നത് മഹേഷിന്റെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ഇഷിത വരുന്നുണ്ട്. മഹേഷ്, ആ ഇഷിത. അല്ല, എന്തു പറ്റി മഹേഷ് എന്ന് ചോദിക്കുമ്പോ ആദ്യയുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളാ വിളിച്ചത്. ഓ, ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ആ മഹേഷിന് ഇങ്ങനത്തെ ഒരു കോള് വരുമെന്ന്. തനിക്കറിയായിരുന്നോ? അറിയായിരുന്നു. ആദ്യം ഒരു കൊച്ചിന്റെ മൂക്കിലിട്ട് ഇടിച്ചല്ലേ? അവന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയാണ്. അവനിപ്പോ ഇവിടെ കാഷ്വാലിറ്റിയില്ല. ഞാൻ കുറച്ചു മുമ്പ് പോയില്ലായിരുന്നു ഒരു കൊച്ചിനെ സീരിയസ് ആയിട്ട്. അത് ആ കുട്ടിയുടെ അവന്റെ അച്ഛൻ SA ആണെന്ന് പറയാണ്. ഷോ, എന്താ ഇപ്പൊ ചെയ്യാ? എനിക്കറിയില്ല ഇഷിത എന്ന് പറയുമ്പോ മഹേഷ് പേടിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി മഹേഷിന്റെ അവസ്ഥ. അവന്റെ പാരന്റ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോ ഇതിന്ന് അവർ പിന്മാറുമായിരിക്കും, കേസിലേക്കൊന്നും അവർ പോവില്ലായിരിക്കും എന്ന് പറയാണ്. എടോ, തനിക്കറിയാലോ, ആദ്യം എന്റെ ആദ്യത്തെ മോനെ അവനെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ അവനെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് അറിയാവോ? എല്ലാം എന്റെ കൈവിട്ടു പോയി. ഇങ്ങനെ പോവാണെങ്കിൽ എന്റെ മോനെ ഇനി ഈ പ്രായത്തിൽ തന്നെ ജൂനിയൽ ഹോമിൽ വെച്ച് കാണുന്ന ഒരു അവസ്ഥ എനിക്കത് ആലോചിക്കാനേ വയ്യ. അവൻ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു അവന്റെ ജീവിതവും എല്ലാ കാര്യങ്ങളും. മഹേഷ്, ഒന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അവന്റെ പാരന്റ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവനെ ജൂനിയർ ഹോമിലേക്ക് വിടാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ നോക്കും. അവനെ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. മറിഞ്ഞു നിന്നുകൊണ്ട്. എടോ, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അവന്റെ കൂടെ നമ്മളില്ലല്ലോ. അതെ, നമ്മളില്ല. പക്ഷെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും മഹേഷ്. മറിഞ്ഞു നിന്ന് അവനെ സംരക്ഷിക്കാൻ സാധിക്കും. മഹേഷ് ടെൻഷൻ അടിക്കണ്ട, എല്ലാം നേരെയാവും എന്ന് പറഞ്ഞിട്ട് ഇഷിത സമാധാനിപ്പിക്കുകയാണ് മഹേഷിനെ. പിന്നീട് കാണിക്കുന്നത് മാഷിനെയും അതുപോലെ തന്നെ പ്രിയാമണിനെയും ആട്ടോ. മാഷ് പറയുന്നുണ്ട്, ഇവിടെ എന്തുമാത്രം പ്രശ്നം നടക്കണത് രാമനാഥൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അയാള് പഴനിയിലൊക്കെ പോയി നടക്കുകയാണ്. ആദ്യം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എന്നിട്ട് വേണം നമ്മൾ പോവാനായിട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട്, അല്ല, മാഷിനെ വിളിക്കാറില്ലേ രാമനാഥൻ? അദ്ദേഹത്തിന് കുറ്റമായിട്ട് എന്താ കാര്യം? വീട്ടിൽ ഒരു കുഴപ്പമില്ലെന്നൊക്കെ ആയിരിക്കും സ്വപ്നവലി ഫോൺ വിളിക്കുമ്പോൾ പറയണത്. അതുകൊണ്ടായിരിക്കും രാമനാഥൻ അത്ര സമാധാനത്തിൽ പഴനിയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും തൊഴാനൊക്കെ പോകുന്നത്. അത് ശരിയാ താൻ പറഞ്ഞത്. വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹം അറിയുന്നുണ്ടാവില്ല. ഞാൻ എന്നെ വിളിക്കാറുണ്ട്, കഴിഞ്ഞ ആഴ്ച കൂടി വിളിച്ചേ ഉള്ളൂ. ഉത്തർപ്രദേശ് വഴി പഴനിയിലേക്ക് പോകാൻ ഉദ്ദേശം എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണോ? അതെ. പിന്നെ മഞ്ജിമയുടെ കാര്യം കുറച്ച് സീരിയസ് ആണെന്നൊക്കെയാ മഹേഷ് പറയണത്. എന്ത് പറയാനാ, ഒരു പ്രശ്നം തീർത്തേ ഉള്ളൂ, അപ്പൊ തന്നെ അടുത്ത പ്രശ്നമായി. അപ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട്, ഇനിയോ മഞ്ജിമയുടെ പ്രശ്നം എന്റെ മോളുടെ തലയിലേക്ക് കെട്ടിവെക്കും സ്വപ്നവല്ലി. അത് ആലോചിച്ചിട്ടാ എനിക്ക് വിഷമം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സുചിത്രയും അതുപോലെ തന്നെ ചിപ്പിയും കൂടി വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരും കേട്ടോ. മോള് വന്നല്ലോ. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോ, അതെ, അപ്പക്ക് സുഖമില്ലാതെ ആയതിനെ കാരണം എന്റെ അമ്മയും അച്ഛനും ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, മോൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? അങ്ങനെയൊന്നും അല്ല. ഓരോരുത്തർക്ക് സുഖമില്ലാത്തത് പല കാരണങ്ങൾ കൊണ്ടിട്ടല്ലേ. ഇപ്പൊ മോൾക്ക് പനിയൊക്കെ വരാറില്ലേ? ഇന്നലെ ഞാൻ തലചുറ്റി വീണില്ലേ? അത്
പെട്ടെന്നൊരു ഷോക്കല്ലേ. അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടായിരിക്കും ഓരോരുത്തർക്ക് അസുഖം വരുന്നത്. അല്ല, കൈലാസങ്ങൾ ജയിലിലാണല്ലോ. എന്നോട് ഒരുപാട് പ്രാവശ്യം അപ്പ പറഞ്ഞതാണ്, ഡാഡിയുടെ അടുത്ത് പറഞ്ഞിട്ട് കൈലാസങ്ങളിനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് അപ്പ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടായിരുന്നു. കൈലാസങ്ങൾ വന്നിരുന്നെങ്കിൽ ചിലപ്പോ അപ്പക്ക് അസുഖമൊന്നും വരില്ലായിരിക്കും അല്ലെ. മോളെ, കൈലാസങ്ങൾ ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ടിട്ടല്ലേ ജയിലിൽ കിടക്കണത്. മോളുടെ ഡാഡി എന്നല്ല ആര് പറഞ്ഞാലും പോലീസുകാർ കൈലാസങ്ങളിനെ വിടില്ല എന്ന് പറയാണ്. എല്ലാരും ഭയങ്കര സ്നേഹത്തിൽ കഴിയുകയാണെങ്കിൽ വീട്ടിൽ എന്തൊരു സമാധാനമായിരിക്കും എന്ന് ചെപ്പി പറയുമ്പോഴേക്കും, മോളെ അതെല്ലാരും വിചാരിക്കണ്ടേ എന്ന് മാഷ് പറയാണ്. എന്തായാലും സമയം ഇത്രയായില്ലേ, ഇനി ഇഷിതയും മഹേഷും ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. സ്വപ്നവലിയും അവിടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും മോളൊരു കാര്യം ചെയ്യും, ഇന്ന് സുചിത്ര ആന്റിയുടെ കൂടെ കിടന്നുറങ്ങിക്കോ കേട്ടോ എന്ന് പറയാണ്. ശരി എന്ന് ചിപ്പി പറയുമ്പോ സുചിത്ര പറയുന്നു, മോളിങ്ങനെ വിഷമിക്കാതെ വാ, ആന്റിയുടെ കൂടെ കിടന്നുറങ്ങാം എന്ന് പറയട്ടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് സുചിത്ര റൂമിലേക്ക് പോവാട്ടോ. മാഷ് പറയണ്ട്, എടോ നമ്മുടെ രണ്ട് മക്കളുടെയും കാര്യം ജീവിതം എന്താണോ ഇങ്ങനെയായി പോയത്. അവർ രണ്ടുപേരും ഒരു സമാധാനത്തെ ജീവിതമാണല്ലോ നയിക്കണത്. അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ കണ്ണ് നിറയാത്ത നിമിഷങ്ങളില്ല. എന്റെ രണ്ട് കണ്ണുകളാ എന്റെ രണ്ട് മക്കള്. അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. രണ്ടുപേർക്കും ഒരു സമാധാനവും ഇല്ല. മഞ്ജിമയും കൈലാസം വന്നതോടുകൂടി തന്നെയാ ഇഷിതയുടെ ജീവിതം ഇങ്ങനെ ആയത്. അതെ, അഷിതയുടെ ആണെങ്കിൽ അങ്ങനെ. രണ്ടുപേരും ഇങ്ങനെ എത്ര നാളാണ് എനിക്കറിയില്ല പ്രിയാമണി എന്നൊക്കെ പറഞ്ഞിട്ട് മാഷാകെ വിതുമ്പിക്കൊണ്ടിരിക്കുക. മഞ്ജിമ ICUയിൽ അങ്ങനെ കിടക്കുവാട്ടോ. തൊട്ടടുത്ത് തന്നെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്, പിന്നെ ഇഷിതയും നിൽക്കുന്നുണ്ട്. ഡ്യൂട്ടി ഡോക്ടർ പറയണ്ട്, ഇഷിത ഡോക്ടർ വന്നോ? മഞ്ജിമ ഇപ്പൊ അപകടനിലയൊക്കെ തരണം ചെയ്തു, ഇനി കണ്ണു തുറന്നാൽ മാത്രം മതി എന്ന് പറയണോ. ഉടനെ തന്നെ കണ്ണു തുറക്കുമായിരിക്കും. അല്ല ഡോക്ടർ ഇഷിത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഡോക്ടർ? അല്ല, പുറത്തിരിക്കണത് നിങ്ങളുടെ ഭർത്താവിനോട് നിൽക്കണത് അത് അമ്മായിമ്മയായിരിക്കും അല്ലേ, മഹേഷിന്റെ അമ്മ? അതെ. എന്നാലും ഈ കാലത്തും ഇങ്ങനത്തെ അമ്മായിമ്മമാരുണ്ടോ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ. മഞ്ജിമയുടെ ഭർത്താവ് ജയിലിലാണ്. ഞാനും മഹേഷും അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാത്തതിന്റെ പ്രതിഷേധമാണ് അമ്മക്കും മോൾക്കും. എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. ശേഷം ഇഷിതടുത്ത് ഡ്യൂട്ടി ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടർ ഇഷിത, നിങ്ങളൊന്ന് മഞ്ജിമനെ വിളിച്ചു നോക്ക്, പരിചയമുള്ള ശബ്ദമായതുകൊണ്ട് ചിലപ്പോ മഞ്ജിമ കണ്ണു തുറക്കും എന്ന് പറയാണ്. അങ്ങനെ ഇഷിത മഞ്ജിമനെ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. മഞ്ജിമ ചേച്ചി, ചേച്ചി, ചേച്ചി എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കാണ്. മഞ്ജിമ പതുക്കെ ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ തുറക്കുവാണ്. പതുക്കെ കണ്ണുകൾ തുറന്നിട്ട് മഞ്ജിമ ഹോസ്പിറ്റലിന് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇഷിത പറയുന്നുണ്ട്, ചേച്ചി ഇപ്പൊ ഹോസ്പിറ്റലാണ്, പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോ മഞ്ജിമ ഇഷിതത്തിലുള്ള ദേഷ്യം കൊണ്ടായിരിക്കും പതുക്കെ മുഖം അങ്ങോട്ട് മാറ്റി ഇങ്ങനെ ഇതാക്കിയിട്ട് കണ്ണിങ്ങനെ അടച്ചിട്ട് വീണ്ടും കണ്ണടച്ചങ്ങനെ കിടക്കുകയാണ്. ഇഷിത ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും അപകടത്തിലൊക്കെ തരണം ചെയ്തു, കണ്ണു തുറന്നല്ലോ. ഡോക്ടർ ഇഷിത വീട്ടിൽ പറഞ്ഞോളൂ മഞ്ജിമ കണ്ണു തുറന്നു എന്നുള്ള കാര്യം. വേണ്ട, അത് ഞാൻ പറയുന്നില്ല ഡോക്ടർ, അത് പറയാൻ ഡോക്ടർക്ക് തന്നെ ഇതുള്ളത്. ഞാൻ മുമ്പിലെ വാതിലെ കൂടി പോലും അല്ല ICUലേക്ക് കയറിയത്, അതൊരു ഡോക്ടർ എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കാട്ടോ. സ്വപ്നവലി കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. സ്വപ്നവലി മഹേഷിനോട് പറയണ്ടേ, എടാ മഞ്ജിമയുടെ കാര്യം ഒന്നും അറിഞ്ഞില്ലല്ലോടാ, നിന്റെ ഭാര്യ എവിടെ പോയി, അവള് വീട്ടിലേക്ക് പോയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. അമ്മ ചോദിച്ച വീട്ടിൽ പോയവള് ഇവിടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയാണ്. ഇഷിത വരുമ്പോഴേക്കും സ്വപ്നയുടെ മുഖം അങ്ങനെ മാറാണ്. സ്വപ്നവലി പറയണ്ടേ, എന്നാലും മഞ്ജിമയെ കുറിച്ച് ഒരു അറിവും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അമ്മയല്ലേ ഇഷിത അടുത്ത് ICUയിൽ കയറണ്ടെന്ന് പറഞ്ഞത്, അത് ഇന്നലെ ആ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട്, അമ്മ പറഞ്ഞതാണല്ലോ ICUയിൽ കയറേണ്ടത്, ഞാൻ മനസാക്ഷി ഇല്ലാത്തവളാണല്ലോ, പിന്നെ ഞാൻ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കിയെന്നൊക്കെയാണല്ലോ ഇന്നലെ അമ്മ പറഞ്ഞത്, അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണ്. എന്നുവെച്ച് നീ കണ്ണിച്ചോരില്ലാത്ത പോലെ ICUവിനുള്ളിൽ കയറാതിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ എന്ന് സ്വപ്നവലി പറയുമ്പോ തന്നെ അവിടെയൊക്കെ ഡ്യൂട്ടി ഡോക്ടർ വരുവാട്ടോ. ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ മോൾക്ക് എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോ, അപ്പൊ ഡോക്ടർ ഇഷിത ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല. എന്ന് അമ്മയുടെ മോളെ കണ്ണു തുറന്നു, എന്റെ ദൈവമേ നീ കാത്തു എന്ന് സ്വപ്നവലി പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അതെ, ദൈവത്തിനെ മാത്രം വിളിച്ചിട്ട് കാര്യമില്ല, ഡോക്ടർ ഇഷ്ടത്തെ കൂടി നന്ദി പറയണം, അവരിന്നലെ രാത്രി ഫുള്ളും നിങ്ങളുടെ മോൾക്ക് ICUവിനുള്ളിൽ കൂട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സ്വപ്നവേലി മഹേഷും ആകെ നെട്ടുവാട്ടോ. സ്വപ്നവേലി പറയണ്ട്, ഇഷിതയോ? അതെ, ആദ്യം മരുമകളെ എന്താണെന്നും ഏതാണെന്നൊക്കെ അറിയണം, അവളെ കൂടെ നിർത്തണം, അതിനുശേഷം ദൈവത്തിനേക്ക് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ്. ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, അത് മാത്രമല്ല നിങ്ങളുടെ മകൾക്ക് ഇന്നലെ ഫുള്ള് കൂട്ടിരുന്നത് ഡോക്ടർ ഇഷിതയാണ്, അകത്തേക്ക് ഇന്നലെ നിങ്ങൾ ഇവളെ കയറ്റിയില്ല, പക്ഷെ അകത്തേക്കും പുറത്തേക്കും ഒരു വാതിൽ മാത്രമല്ല ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡോക്ടർ പോകുവാട്ടോ. ഡോക്ടർ അടുത്ത് ചപ്പലേക്കും സ്വപ്നം ചോദിക്കണ്ടല്ല, അവളെ ഒന്ന് കാണാൻ പറ്റുമോ മഞ്ജിമേനെ? കാണാനൊക്കെ പറ്റും, ഒരാള് മാത്രം അകത്ത് കയറിയാൽ മതി, അമ്മ അകത്ത് കയറിക്കോ എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ സിസ്റ്ററിന്റെ കൂടെ സ്വപ്നവലി അകത്ത് കയറി പോവാണ്. മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ.
മഹേഷ് ഇഷിതടുത്ത് പറയുന്നുണ്ട്, താൻ അകത്തുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ അകത്തുള്ള കാര്യം മഹേഷ് അറിയാതിരുന്നത് എന്റെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഇഷിത അങ്ങനെ ഡ്യൂട്ടിയിലേക്ക് പോകുക, ഡ്യൂട്ടിയല്ല കാഷ്വാലിറ്റിയിലേക്ക് പോകുക കേട്ടോ. ശേഷം സ്വപ്നവലിനാണ് കാണിക്കുന്നത്. സ്വപ്നവലി മഞ്ജിമയുടെ തലേക്ക് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്നവലി പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നെ മരിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ല അമ്മേ. എന്നെ മരണത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത് അവളാ, ആ ഇഷിത. അവള് കാരണം ഞാൻ ജീവിതത്തിലേക്ക് വീണ്ടും വന്നത്. എന്തിനാ അമ്മേ, ഞാൻ സമാധാനത്തോടെ മരിക്കാൻ പോയതല്ലേ, അതിനും സമ്മതിക്കാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? കണ്ണു തുറന്നപ്പോ ഞാൻ ആദ്യം കണ്ടത് അവളുടെ മുഖം, ആ ഇഷിതയുടെ മുഖം. മോൾ ഇങ്ങനെ ചിന്തിക്കല്ലേ, മോള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് എന്ത് സമാധാനം ഉള്ളത്? മോൾ ഇങ്ങനെ ചെയ്യല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, ഇത് ICU ആണ്, നിങ്ങളിങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കി കരയല്ലേ, നിങ്ങളിപ്പോ പുറത്തേക്ക് പോകണം എന്ന് പറയാനുണ്ട്. പേഷ്യന്റ് ഇപ്പൊ കണ്ണു തുറന്നേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളിപ്പോ പുറത്തേക്ക് പോകണം എന്ന് പറയാണ് സ്വപ്നവേലി അടുത്ത്. അങ്ങനെ സ്വപ്നവേലി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കണത് ആദീനെയാട്ടോ. ആദി ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രചന വരുന്നുണ്ട്. അല്ല ആദി, നീ എന്താ യൂണിഫോം ഒന്നും ഇടാത്തത്? വേഗം യൂണിഫോം ഇട്ട് വാ. എന്തിന്? ഞാൻ വരുന്നില്ല. എടാ, ഇന്ന് 11 മണിക്കാ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഞാൻ അയാളെ കയ്യോ കാലോ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ നിന്നെ TC കൊടുക്കാതെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ നോക്കാനാണ് ഞാൻ ശ്രമിക്കണത് അമ്മേ. അവിടെ എനിക്കിനി പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അവിടുത്തെ സ്റ്റുഡൻസിന് ആർക്കും എന്നെ ഇഷ്ടമല്ല. ആരും എന്നോട് മിണ്ടാറില്ല, ആരും എന്നോട് കൂട്ടുകൂടാറുമില്ല. ടീച്ചേഴ്സിന് പോലും എന്നെ ഇഷ്ടമല്ല എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് അവിടേക്ക് ആകാശ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ആദി, അത് ഇഷ്ടമല്ലാണ്ടല്ല, നിന്നോട് ഭയം ഉള്ളത് കൊണ്ടിട്ടാ. നീ കണ്ടില്ലേ ഈ ജയിൽ പുള്ളികളെയൊക്കെ ഒരാളെ കാണുമ്പോഴേക്കും ബാക്കി ജയിൽ പുള്ളികളൊക്കെ മാറി നിൽക്കണത് ഈ സിനിമയിലൊക്കെ കാണുന്നത്? അതുപോലത്തെ ഒരാളാ നീ. നിന്നെ കാണുമ്പോ ഭയം കൊണ്ട് നിന്നെ കാണും ബഹുമാനം കൊണ്ട് അവരൊക്കെ മാറി നിൽക്കണത്. ആകാശ് എന്തൊക്കെയാ മോനോട് പറഞ്ഞു കൊടുക്കണത്? എന്റെ മോനെന്താ ജയിൽ പുള്ളി ആക്കാനാണോ ആകാശ് നോക്കണത്? എടോ, ഞാൻ അവിടെ മോട്ടിവേഷൻ കൊടുത്തതല്ലേ, ഇങ്ങനെയാണോ മോട്ടിവേഷൻ കൊടുക്കണത്? മോനെ നോക്ക്, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നേ ഞാനല്ലേ പറയണത്. അമ്മേ, അയാളൊന്ന് 11 മണിക്ക് വരാൻ പറഞ്ഞതേ എനിക്ക് TC എന്നിട്ട് തരുന്നു വിടാനായിരിക്കും. എനിക്ക് ആ സ്കൂൾ ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പ് അവിടെ. ആരും എന്നെ കൂട്ടുന്നില്ല. ഇനി ഞാൻ അവിടെ പോയ എല്ലാ പിള്ളേരും എന്നോട് വീണ്ടും കളിയാക്കി ചോദിക്കും എനിക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന്. അത് കേൾക്കാൻ എനിക്ക് വയ്യ. എടാ മോനെ ആദി എന്ന് പറഞ്ഞിട്ട് ആകാശ് പറയുന്നുണ്ട്, ഒരിക്കലും ആരും നിന്നോട് എന്നെ അത് ചോദിക്കില്ലടാ. കാരണം എന്താണെന്നറിയാവോ? നീ ഒരാളുടെ മൂക്കടിച്ചു പരത്തി അത് ചോദിച്ചത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇനി ഭയമായിരിക്കും നിന്നോട് സംസാരിക്കാനും നിന്നോട് ഇടപഴകാനൊക്കെ. അതുകൊണ്ട് നിന്നോട് ഇനി ആരും ഒന്നും ചോദിക്കില്ല. അഥവാ ചോദിച്ചാൽ തന്നെ അതിന് മറുപടി കൊടുക്കാൻ നിനക്കറിയാലോ, നല്ലൊരു മുട്ടൊടി വെച്ച് കൊടുക്കുക. അല്ല, അങ്ങനെയൊക്കെ ചെയ്തന്നെ ആ പ്രിൻസിപ്പൾ എന്നോട് പഠിപ്പിക്കില്ല. അയാൾ TC കൊടുത്ത് പറഞ്ഞയക്കും. ആര്? അയാളോ? എടാ, അയാൾ അതിന് ആരാ? അവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രം. അയാളുടെ മുകളിലും ഒരുപാട് പേരുണ്ട്. ഈ ആകാശ് ആരാന്ന് നിനക്ക് TC ഒക്കെ തകതാണ്ട് പറഞ്ഞു വിടാനാണെങ്കിൽ ഈ ആകാശ് ആരാണെന്ന് അവരൊക്കെ അറിയും. അതുകൊണ്ട് നീ എത്ര പെട്ടെന്ന് മാറ്റിയിട്ട് യൂണിഫോം ഇട്ടിട്ട് വാ എന്ന് പറയുമ്പോ അവരെല്ലാവരും എന്നോട് വീണ്ടും കളിയാക്കും. ഇപ്പതേ അയാളും വരില്ലേ അവിടെ മീറ്റിങ്ങിന്, മഹേഷ് ചന്ദ്രൻ. അപ്പോൾ പിള്ളേരൊക്കെ വീണ്ടും ചോദിക്കലുണ്ട് നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന്. അതെനിക്ക് വയ്യ. മോനെ നോക്ക്, നീ നല്ല മിടുക്കനായിട്ട് പഠിക്കണം. ഈ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ നിനക്ക് വേറെ ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനാ? ഇനി അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പൾ ഇവിടുത്തെ പ്രിൻസിപ്പളോട് വിളിച്ച് ചോദിക്കും എന്തുകൊണ്ടാ അവ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന്. പ്രിൻസിപ്പൾ എല്ലാം പറയും. പിന്നെ നിനക്ക് എവിടെ അഡ്മിഷൻ കിട്ടില്ല, നീ പഠിക്കാൻ പറ്റില്ല നിനക്ക്. പിന്നെ നീ ഒരു നിലയിലും എത്തില്ലടാ. നീ വളർന്ന് വലുതായിട്ട് എന്നെയും നിന്റെ അനിയത്തിനെയൊക്കെ വളർന്ന് നല്ല പഠിച്ച് വലിയ നിലയിലായിട്ട് നോക്കേണ്ട ആളാ നീ. അങ്ങനത്തെ ഒരു നിന്നെ പഠിപ്പിക്കാൻ വിട്ടില്ലെങ്കിൽ സമൂഹം എന്നെ എന്ത് പറയും? അല്ല, എന്റെ മനസാക്ഷി എന്ത് പറയും? എടാ, നീ പഠിക്കണം, പഠിച്ച് മിടുക്കനാകണം എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ യൂണിഫോം ഇട്ടിട്ട് വാ എന്ന് പറയാണ്. ശേഷം ആകാശ് പറഞ്ഞിട്ട്, അതേ മോനെ നീ യൂണിഫോം ഇട്ട് വാ, ആരും നിന്നെ തൊടാൻ പോലും പോകുന്നില്ല. നീ അവിടുത്തെ ഹീറോ ആവണം, ഹീറോ. കേട്ടല്ലോ, നിന്റെ കൈന്റെ പഞ്ച് എന്താന്ന് അവരെയൊക്കെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ആകാശിനെ നിക്കാട്ടോ. രചന പറഞ്ഞ മോനെ പോയിട്ട് യൂണിഫോം ഇട് എന്ന് പറഞ്ഞിട്ട് ആദ്യം മുറിയിലേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ ആദ്യം യൂണിഫോം ഇടാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹെഡ് മിസ്റ്റേഴ്സിന്റെ റൂമിലാണെന്നുണ്ടെങ്കിൽ മറ്റേ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരോട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ പാരന്റ്സ് ഇപ്പൊ വരും എന്ന് പറയാണ്. അങ്ങനെ അവിടേക്ക് രജനിയും ആകാശും ആദ്യം കൂടി വരുന്നുണ്ട്. മേ ഐ കമ്മിങ്സ്? വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ശേഷം നമ്മുടെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, അറിയാലോ നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റ്, മുഷ്ടി ചുരുട്ടിതേ ഇവരുടെ മകന്റെ മൂക്കിട്ടാണ് ഈ ആദ്യം അടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആകാശ് എടുത്ത വായിക്ക് പറയുന്നുണ്ട്, സർ, അത് ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രം ന്യായം കേട്ടാൽ മതിയാവില്ലല്ലോ, ആദ്യം പറയാനുള്ളത് എന്താന്ന് സാറ് കേൾക്കണം എന്ന് പറയുമ്പോ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ അല്ലേ, നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ കേൾക്കേണ്ട ആവശ്യമില്ല, ഈ കുട്ടിയുടെ റിയൽ ആയിട്ടുള്ള പാരന്റ് വരട്ടെ എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ്. മഹേഷ് ചന്ദ്രൻ എത്തിയാലോ, വരൂ ഇരിക്കൂ എന്ന് പറയുമ്പോ മഹേഷ് ഇരിക്കുന്നുണ്ട്. ശേഷം മഹേഷോട് പറയുന്നുണ്ട് പ്രിൻസിപ്പൾ, ദേ ഈ കുട്ടിയുടെ മകനെയാണ് നിങ്ങളുടെ മകൻ ഇടിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ മകന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ മഹേഷ്, അവന്റെ മുഖത്ത് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടാന്ന് നോക്കൂ എന്ന് പറയാണ്. എന്താ
എന്തായാലും ഈ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ കുട്ടിയുടെ പാരന്റ്സ്, അതായത് ഇടി കിട്ടിയ കുട്ടിയുടെ പാരന്റ്സ് പറയുന്ന തീരുമാനവും ബാക്കി പാരന്റ്സ് പറയുന്ന തീരുമാനം മാത്രമേ സ്കൂൾ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ മുഖവരക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുന്നത് മഹേഷ് ആ പാരന്റ്സിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആകാശും രചന ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് മഹേഷിനോട് ആകാശ് പറയുന്നുണ്ട്, എടാ നീ എന്താ വിചാരിച്ചത്, നിന്റെ ഡയലോഗിൽ പ്രിൻസിപ്പൾ വീണു പോയെന്നോ? അതെ, അതുകൊണ്ട് തന്നെയാ പ്രിൻസിപ്പൾ അവരെ പഠിക്കാൻ വേണ്ടി സമ്മതിച്ചത്. പിന്നെ നിനക്ക് എന്താ പറ്റിയത്? നിനക്കൊന്നും സാധിച്ചില്ലല്ലോ. ആ കുട്ടിയുടെ പാരന്റ് ആയിരുന്നു, അയാളെ മുമ്പ് നിവർന്ന് നിൽക്കാൻ പോലും നിനക്ക് സാധിച്ചോടാ എന്ന് ചോദിക്കുമ്പോ ആകാശ് ഒന്നും മിണ്ടുന്നില്ല. ശേഷം ആകാശ് പറയുന്നുണ്ട്, എടാ എന്റെ കയ്യിലെ കളിപ്പാവകളാണ് നിന്റെ മോനും നിന്റെ മോളും എന്ന് പറയുമ്പോ ആകാശിനെ കുത്തിനെ പിടിക്കാണ് മഹേഷ്. വീട്ടിലെത്തിയ മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട്, മഹേഷ് പേടിക്കേണ്ട, ആദ്യം നമുക്കൊരു നല്ല മിടുക്കൻ കുട്ടിയാക്കി എടുക്കാം എന്ന് പറയുമ്പോ മഹേഷ് പറയുന്നുണ്ട്, എങ്ങനെ ആക്കി എടുക്കാന്നാടോ, അവൻ പെട്ടെന്നൊന്നും നന്നാവില്ല എന്നാണ് എനിക്കും തോന്നുന്നത് എന്ന് പറയുമ്പോ ഇല്ല മഹേഷ്, അവൻ നന്നാവും, നല്ല കുട്ടിയാവും എന്നൊക്കെ ഉറപ്പ് കൊടുക്കാണ് ഇഷിത. ഞാൻ അവനെ നന്നാക്കുന്നൊക്കെ ഉറപ്പ് ഇഷിത കൊടുക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.